ഒട്ടകത്തിൻ്റെ മൂക്ക്. ഒരു വിശാലമായ മരുഭൂമിയിൽ ഒരു തണുത്ത രാത്രിയിൽ ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങി. കാറ്റ് നന്നായി വീശുന്നുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ തൻ്റെ ചെറിയ കൂടാരത്തിനുള്ളിൽ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുകയായിരുന്നു. നല്ല തണുപ്പായതുകൊണ്ട് അവൻ തീ കാഞ്ഞതിന് ശേഷം കമ്പിളിയിൽ പൊതിഞ്ഞ് ഉറങ്ങാൻ കിടന്നു. അപ്പോഴാണ് പുറത്തുനിന്ന് ഒരു ശബ്ദം കേട്ടത്. അത് ഒരു ഒട്ടകത്തിൻ്റെ ശബ്ദമായിരുന്നു. ഒട്ടകം വളരെ താഴ്മയോടെ പറഞ്ഞു, പുറത്ത് വളരെയേറെ തണുപ്പാണ്. എൻ്റെ മൂക്കു മാത്രം ഞാൻ അങ്ങയുടെ കൂടാരത്തിനുള്ളിൽ വെച്ചോട്ടെ. അതിനുള്ള അനുവാദം തരാമോ? വളരെയേറെ താഴ്മയോടെയുള്ള ഈ ഒരു ചോദ്യം കേട്ട് വളരെയേറെ കരുണ തോന്നി. അവൻ ചിന്തിച്ചു, ഒട്ടകമല്ലേ, മൂക്ക് മാത്രം കൂടാരത്തിനുള്ളിൽ വെക്കുന്നതുകൊണ്ട് എനിക്കെന്ത് പ്രശ്നമുണ്ടാകാനാണ്? അങ്ങനെ അയാൾ സമ്മതിച്ചു. ഒട്ടകം തൻ്റെ നീളമുള്ള മൂക്ക് സാവധാനമായി കൂടാരത്തിനുള്ളിലേക്ക് കയറ്റി. അങ്ങനെ അത് ആ ചൂടിൽ വിശ്രമിച്ചു. ഒട്ടകത്തിന് സന്തോഷമായി. പുറത്ത് വീണ്ടും തണുപ്പ് കൂടാൻ തുടങ്ങി. കുറച്ച് സമയത്തിന് ശേഷം ഒട്ടകം വീണ്ടും പറഞ്ഞു, പുറത്ത് തണുപ്പ് കൂടുകയാണ്. താങ്കൾ എൻ്റെ തലയും കൂടി ഈ കൂടാരത്തിനുള്ളിൽ വെക്കാൻ അനുവാദം തന്നിരുന്നെങ്കിൽ ഞാൻ വളരെയേറെ നന്ദിയുള്ളവനായിരിക്കും. പാവ മനുഷ്യൻ ദയവുള്ളവനായിരുന്നു. അയാൾ ശരിയെന്നു പറഞ്ഞ് ഒട്ടകത്തിൻ്റെ തലയും അകത്ത് കയറ്റി. ഇപ്പോൾ ഒട്ടകത്തിന് കുറച്ചുകൂടി ആശ്വാസമായി. വീണ്ടും കുറച്ചു കഴിഞ്ഞ് ഒട്ടകം പറഞ്ഞു, എൻ്റെ കഴുത്തും തണുക്കുകയാണ്. ദയവായി എൻ്റെ കഴുത്തുകൂടി അകത്തിടാൻ അനുവാദം തരാമോ? പാവം മനുഷ്യൻ ഒന്ന് സംശയിച്ചെങ്കിലും വീണ്ടും സമ്മതിച്ചു. അങ്ങനെ ഒട്ടകം കുറച്ചായി തൻ്റെ ശരീരം കൂടാരത്തിൻ്റെ അകത്തു കൊണ്ടുവന്നു. ഓരോ തവണയും അത് ചെറിയ കാര്യമാണെന്ന് പറഞ്ഞ് അനുമതി നേടി. ഇപ്പോൾ കൂടാരം നിറഞ്ഞു തുടങ്ങി. പാവ മനുഷ്യന് അകത്തിരിക്കാൻ പോലും സ്ഥലം കുറയുകയായിരുന്നു. ഒടുവിൽ ഒട്ടകം മുഴുവൻ ശരീരം കൂടി കൂടാരത്തിനുള്ളിൽ കയറ്റി. ഒടുവിലാകട്ടെ ആ ഒട്ടകം തൻ്റെ ശരീരം മുഴുവൻ പാവ മനുഷ്യൻ്റെ കൂടാരത്തിനുള്ളിൽ കയറ്റി. ഇപ്പോൾ അവിടെ വലിയ ഒട്ടകവും ചെറിയ മനുഷ്യനും. പാവ മനുഷ്യന് ഇനി ഇടമില്ല. അവൻ ഒട്ടകത്തോട് പറഞ്ഞു, ഇത് എൻ്റെ കൂടാരമാണ്. നീ ഇത്രയും അകത്ത് വന്നാൽ എനിക്കെങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റും? ഒട്ടകം ശാന്തമായി മറുപടി പറഞ്ഞു, നിനക്കിഷ്ടമില്ലെങ്കിൽ നിനക്ക് പുറത്തു പോകാം. അതുകേട്ട് പാവ മനുഷ്യൻ ഞെട്ടിപ്പോയി. അവസാനം അയാൾക്ക് ആ കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നു. തണുത്ത കാറ്റിൽ പാവം അയാൾ വിറച്ചു നിന്നു. അതേസമയം സ്വാർത്ഥനായ ഒട്ടകം കൂടാരത്തിൻ്റെ അകത്ത് ആ കൂടാരത്തിൻ്റെ ചൂടിൽ സുഖമായി കിടന്നുറങ്ങി. കൂട്ടുകാരെ, ഈ കഥ വളരെ ഗൗരവമുള്ള ഒരു പാഠം പറയുന്നുണ്ട്. ഒരു ചെറിയ സമ്മതം കൊടുക്കുന്നത് വലിയ പ്രശ്നമായി മാറാം. ആദ്യം മൂക്കുമാത്രം എന്ന് പറഞ്ഞ് കൂടാരത്തിനുള്ളിൽ കയറിപ്പറ്റിയ ഒട്ടകം തൻ്റെ മുഴുവൻ ശരീരവും കൂടാരത്തിനകത്ത് കയറ്റി. പിന്നീട് കൂടാരം തൻ്റേതാക്കി മാറ്റി. കൂട്ടുകാരെ, ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നമ്മൾ നമ്മുടെ പരിധികൾ ഉറപ്പായി പാലിക്കണം.